വെൽക്കം ടു ജസ കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കുക്കറപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കുക്കറപ്പം നല്ല പെർഫെക്റ്റായ ആരോട് കൂടിയ സോഫ്റ്റോട് കൂടിയ നല്ല കുക്കറപ്പം ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 250 ഗ്രാം ഉണ്ടാവും. അത് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കാം. കുതിർന്നതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. അതിലേക്ക് 1 സ്പൂൺ ചോറിടുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. നല്ല ഫൈനായിട്ട് അരക്കുക. ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. ഇനി നമുക്കിതിന് ശർക്കര ആവശ്യമുണ്ട്. 250 ഗ്രാം ശർക്കര നന്നായി ഉരുക്കിയെടുത്തിട്ട് നമ്മുടെ ഈ മാവിലേക്ക് നല്ല ചൂടോട് കൂടി തന്നെ ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് പാരുക. നന്നായി മിക്സ് ചെയ്യുക. ഇതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇതുപോലെയാണ് മാവ് വേണ്ടത്. 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണിത്. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിടുക. 3 ഏലക്കായ് ചതച്ചിട്ടിടുക. പിന്നെ 1/2 സ്പൂണ് നല്ല ജീരകം ഇടുക. ചെറിയ ജീരകമാണ് ഇത്. പിന്നെ ഒരു പിഞ്ച് സോഡാപ്പൊടി ഇടുക. ഇനി നമുക്കിത് കുക്കർ ചൂടാക്കാൻ വെക്കുക. ഇതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം തേങ്ങ കൊത്തും ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുക. പിന്നെ ചെറിയുള്ളി അരിഞ്ഞതാണിത് അതിലേക്ക് ഇടുക. ഇനി ഒരു ഗോൾഡൻ കളർ വരുന്നവരെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം നന്നായി കൂട്ടിയതിന് ശേഷം നമ്മൾ മാവ് അതിലേക്ക് ഒഴിക്കണം. നല്ല ചുറ്റിച്ചിങ്ങ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. എന്നാലേ നമ്മൾ ആരോട് കൂടിയുള്ള കുക്കറപ്പം കിട്ടുള്ളൂ. ഇനി മൂടി വെക്കാം. കുക്കറിന് വിസിൽ വേണ്ട കേട്ടോ. പിന്നെ 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നീട് ഒരു 15 മിനിറ്റ് ഏറ്റവും ലാസ്റ്റ് ഫ്ലെയിമിലും വെച്ചിട്ട് നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ കുക്കറിൽ നിന്ന് വിട്ട് കിട്ടും. ഇതുപോലെ സൈഡൊന്ന് വിട്ട് കിട്ടും. ഒരു പാത്രത്തിലേക്ക് ഇടാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കുക്കറപ്പം വന്നിട്ടുണ്ടോ. നല്ല ആരോട് കൂടിയുള്ള കുക്കറപ്പാണിത്. ഇതുപോലെ കുക്കറപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണേ.